എൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്. ഞാൻ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതല്ല, ശരിക്കും ഞാനിവിടെ ഒരു കേൾവിക്കാരനായിട്ട് വന്നതാണ്. അപ്പോൾ സുഹൃത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, യൂസുഫുൽ ഖദറാവിയുടെ വിധിവിലക്കുകൾ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ അടുത്താണ് വായിച്ചു. ആ പുസ്തകത്തിൽ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മറുപടിയായി ഖദറാവി പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരന് ഒരു പിതാവിന്റെ സ്വത്തിൽ അവകാശമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്ത് സ്വത്തിൽ അവകാശമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വധശിക്ഷയ്ക്ക് അർഹനാണ്. മതം ഉപേക്ഷിക്കുന്ന ഒരു മുർത്തദായതുകൊണ്ട്, അതായത് മതം ഉപേക്ഷിച്ചു പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇസ്ലാമിക നിയമപ്രകാരം വധശിക്ഷയ്ക്ക് അർഹനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ എങ്ങനെയാണ് സ്വത്തിൽ അവകാശം വരിക എന്നുള്ള ഒരു മറുപടിയാണ് യൂസുഫുൽ ഖദറാവി അതിൽ കൊടുക്കുന്നത്. അപ്പൊ എന്റെ സംശയം, ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന ഒരാളെ കൊല്ലണമെന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഖദറാവി എന്ന് പറയുന്ന ലോകപ്രശസ്ത പണ്ഡിതന്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം, അന്നിസ സൂറത്തിലെ 24-ാമത്തെ വചനം, ആ വചനത്തില് പറയുന്നുണ്ട്, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത്, അടിമ സ്ത്രീകൾക്ക് ഉടമകൾ ഉണ്ടെങ്കിൽ പോലും അവളുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതിന് ആ പോറ്റുന്ന യജമാനന് അവകാശമുണ്ട് എന്ന് സൂറത്ത് അന്നിസയിലെ 24-ാമത്തെ വചനം പറയുന്നു. ഇത് ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ചേർന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ചോദിക്കുന്നു. പിന്നെ 4:23 തന്നെ അതിന്റെ തൊട്ടു മുതലത്തെ വചനത്തിൽ, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അവൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഇസ്ലാം പറയുന്നു. ഖുർആനിലെ 4:23. ഈ 3 ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു. സിദ്ദീഖിന്റെ ചോദ്യം യൂസുഫുൽ ഖദറാവിയുടെ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് യൂസുഫുൽ ഖദറാവിയാണ്, ഞാനല്ല. യൂസുഫുൽ ഖദറാവി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എന്താണോ ഉദ്ദേശിച്ചത്, എങ്ങനെയാണോ പറഞ്ഞത്, എന്താണത് പറഞ്ഞിട്ടുള്ളത്, ഈ കാര്യങ്ങൾ അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചവരോടാണ് ചോദിക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുർത്തദ്ദിനെ വധിക്കുവാൻ ഉള്ള നിയമം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ വചനങ്ങളിലോ നേർക്കുനേരെ പറഞ്ഞിട്ടുള്ള ഒരു വചനമല്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ 4:24, 4:23 എല്ലാം സിദ്ദീഖ് കൃത്യമായി പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായും മുർത്തദിനെ കൊല്ലാനൊരു വചനം ഖുർആനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 12-22 മൂപ്പർക്ക് പറയാൻ കഴിയേണ്ടതായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ വിഷയം, ഇസ്ലാമിക രാഷ്ട്രത്തിൽ മുർത്തദിനെ വധിക്കുവാൻ നിയമമുണ്ട്. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുമുണ്ട്. അത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉള്ള ആധുനിക ജനാധിപത്യമല്ലല്ലോ ഇസ്ലാമിക രാഷ്ട്രം. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഉള്ള 2 തരം പൗരന്മാരുണ്ട്. ആ പൗരന്മാരെ തരംതിരിക്കുകയല്ല, മറിച്ച് പൗരന്മാർക്കുള്ള ഉത്തരവാദിത്വങ്ങളും അവകാശങ്ങളും വെച്ചുകൊണ്ട് 2 തരം ആളുകൾ ഉണ്ടാകും. ഒന്ന് മുസ്ലിങ്ങളാണ്, മറ്റൊന്ന് ദിമ്മികളാണ്. ദിമ്മികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന അമുസ്ലിം പൗരന്മാരാണ് ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ള. ആ അമുസ്ലിം പൗരന്മാർക്ക് ഇസ്ലാമിക രാഷ്ട്രത്തിൽ എല്ലാ സംരക്ഷണവും ഉണ്ട്. അവർ ജിസിയ എന്ന നികുതി കൊടുത്തു കഴിഞ്ഞാൽ, ജിസിയ എന്ന നികുതി, സക്കാത്ത് അവർ കൊടുക്കേണ്ടതില്ല, മുസ്ലിങ്ങൾ നൽകേണ്ട. അവർ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല, മുസ്ലിങ്ങൾ ചെയ്യേണ്ട. അവർ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയകളിൽ, പ്രത്യേകിച്ച് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ പങ്കെടുക്കേണ്ടതില്ല. ഇതെല്ലാം മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്. ഇതൊന്നും ചെയ്യാതെ നിൽക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങളായ ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരന് അയാൾ നൽകേണ്ട ഒരു നികുതിയാണ് ജിസിയ എന്ന നികുതി. ആ നികുതി കൊടുത്തു കഴിഞ്ഞാൽ ആ നികുതി ലഭിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിൽ അയാൾ സുരക്ഷിതനായി ജീവിക്കും. അങ്ങനെ സുരക്ഷിതനായി ജീവിക്കുന്ന ഒരാൾ, അയാൾ ഒരു ദിവസം ഇസ്ലാം സ്വീകരിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു, അയാൾ മുസ്ലിമാകുന്നു. അങ്ങനെ മുസ്ലിമായി കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് മുസ്ലിം സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മുസ്ലിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിലെ പട്ടാളക്കാരാണ്, മുസ്ലിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിലെ സൈന്യത്തിലെ അംഗങ്ങളാണ്. അങ്ങനെ ഉള്ള ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇസ്ലാമിക രാഷ്ട്രത്തിലെ സൈന്യത്തിലെ അംഗമാണ് അയാളും. ഇങ്ങനെയുള്ള ഒരാൾ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം അയാൾ പറയാണ്, ഒരു ദിവസം ഞാൻ തിരിച്ചു പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ഒരു മതസ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് അത് രാഷ്ട്രത്തിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട, രാഷ്ട്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇന്ത്യയിൽ ഒരു പാകിസ്ഥാനി വന്നു എന്ന് വിചാരിക്കുക. പാകിസ്ഥാനി വന്നിട്ട് ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്തു, ഇന്ത്യയിലെ സിറ്റിസണായി, ഇന്ത്യൻ പാസ്പോർട്ട് ലഭിച്ചു. ഇങ്ങനെയെല്ലാം ആയി കഴിഞ്ഞു. അയാൾ ഇന്ത്യയുടെ മിലിറ്ററിയിൽ കയറി, മിലിറ്ററിയിൽ അംഗമായി, മിലിറ്ററിയിൽ ഒരു ഉയർന്ന മേജർ പോസ്റ്റ് എല്ലാം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ അയാൾ പറയാണ്, ഞാനിനി ഇന്ത്യൻ്റെ കൂടെ അല്ല, ഞാൻ പാകിസ്ഥാനിലേക്ക് പോവാണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ നയതന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്. ആ രാജ്യദ്രോഹിക്ക് ഇന്ത്യയുടെ ആധുനിക ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് നൽകുന്ന ശിക്ഷ വധശിക്ഷയാണ്. ആ ശിക്ഷ മാത്രമാണ് ഇസ്ലാം അവിടെ വിധിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ കാര്യത്തിൽ ഇസ്ലാമിക നിയമം അതാണ്. യൂസുഫ് ഖർളാവി പറഞ്ഞത് തീർച്ചയായും കമ്മ്യൂണിസം എന്നുള്ളത്, കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടുള്ള ഈജിപ്തിലെ സാഹചര്യവും മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കണം ഞാൻ പറയാനുള്ള കാരണം, തീർച്ചയായും ഒരു വിഷയത്തിൽ ഒരു പണ്ഡിതന്റെ അഭിപ്രായം പറയുമ്പോൾ അത് ആ കാലത്തെ സാഹചര്യം കൂടിയായിട്ട് ബന്ധമുണ്ടാകും. ഖുർആനും സുന്നത്തുമാകുമ്പോൾ സ്വാഭാവികമായും സാഹചര്യങ്ങൾക്ക് അതീതമായ കാര്യങ്ങളായിരിക്കും പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം, സൂറത്തു നിസായിലെ 24-ാമത്തെ വചനത്തിൽ പറയുന്നു എന്ന് പറയുന്ന കാര്യപാട്, ഭർത്താവുണ്ടെങ്കിലും അല്ല യജമാനുണ്ടെങ്കിലും ആ സ്ത്രീയുമായി ബന്ധപ്പെടാൻ, അടിമ സ്ത്രീയുമായി ബന്ധപ്പെടാൻ സ്വാതന്ത്ര്യം നൽകുന്നു എന്നെല്ലാം ഏത് ഖുർആനിലെ, ഏത് സൂറത്തു നിസായിലെ, ഏത് 24-ാമത്തെ വചനത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യം എന്താണ് എന്നുള്ളത് യുക്തിവാദത്തിന്റെ ലെൻസ് വെച്ചുകൊണ്ട് നോക്കിയാൽ ബഹുമാനായ സിദ്ദീഖിന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒന്നുകൂടി പരിശുദ്ധ ഖുർആൻ കൃത്യമായി വായിക്കാൻ സന്നദ്ധമാവുക. ഖുർആൻ 23-ാമത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും 24-ാമത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും ഏതെങ്കിലും മുസ്ലിം ജീവിച്ചിരിക്കുന്ന ഇക്കാലഘട്ടത്തിലെ ഏതെങ്കിലും മുസ്ലിം 23-ാമത്തെ വചനത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഏതെങ്കിലും സ്ത്രീകളെ അവരുടെ മക്കളെ വിവാഹം ചെയ്തതായി ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് സിദ്ദീഖ് പരിശോധിച്ച് നോക്കുക. അതിനുശേഷം പറയുക ഒരു വിമർശനമായി. അതേപോലെ തന്നെ ഇവിടെ പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 23-ാമത്തെ വചനത്തിൽ പറയുന്ന കാര്യം എന്താണ്? അവിടെ പറയുന്ന കാര്യം ആരെയൊക്കെ വിവാഹം ചെയ്യാം, ആരെയൊക്കെ വിവാഹം ചെയ്തുകൂടാ എന്നുള്ള വിഷയം പറയുന്നതിനിടക്ക്, ആ വിഷയത്തിനിടക്ക് ആര് എങ്ങനെ വിവാഹം ചെയ്യാം എന്ന് പറയുന്നതിനിടക്ക് നിങ്ങൾ വിവാഹം ചെയ്ത സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ചില ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് കൃത്യമായ വിശദീകരണവും നൽകപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും തന്നെ വിവാഹിതരായ ഒരു സ്ത്രീയുടെ മക്കളെ വിവാഹം ചെയ്യാൻ, എൻ്റെ ഭാര്യയുടെ മക്കളെ വിവാഹം ചെയ്യുവാൻ ഉള്ള അനുവാദമല്ല അത് എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിലെ ഈ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ എൻ്റെ സുഹൃത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഉള്ളതാണ് 24-ാമത്തെ വചനവും. 24-ാമത്തെ വചനത്തിൽ അടിമ സ്ത്രീയുമായുള്ള ലൈംഗിക ബന്ധമാണ് പ്രശ്നം. അടിമ സ്ത്രീ എന്ന് പറഞ്ഞാൽ അയാൾ അടിമയാകുന്നതോടുകൂടി യുദ്ധ നൈതികത നിലനിൽക്കുന്ന ഏത് രാഷ്ട്ര സംവിധാനവുമായി ബന്ധപ്പെട്ട നിയമം വായിക്കുക. സിദ്ദീഖൊന്ന് ആദ്യം ഇസ്ലാമിനെതിരെയുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിന് മുൻപ് യുദ്ധത്തിൽ അടിമകളാക്കി മാറ്റുന്ന സമ്പ്രദായം നിലനിന്നിരുന്ന കാലഘട്ടത്തിലെ യുദ്ധത്തിൽ അടിമകളാക്കി നിലനിൽക്കുന്ന സമ്പ്രദായം ഇസ്ലാം കൊണ്ടുവന്നതല്ല. അത് ഗ്രീസിലും റോമിലും അതേപോലെ ഈജിപ്തിലുമെല്ലാം എന്നോ ഉണ്ടായിരുന്ന ഒരു നൈതികതയാണ്. അന്നത്തെ ഒരവസ്ഥയനുസരിച്ച് യുദ്ധത്തിൽ അടിമകളായി പിടിക്കപ്പെടുന്നതോടുകൂടി സ്വാഭാവികമായി തന്നെ വിവാഹബന്ധം വേർപെടുകയാണ്. അടിമ സ്ത്രീ എന്ന് പറഞ്ഞാൽ, അടിമയായി പിടിക്കപ്പെടുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം വേർപെട്ട സ്ത്രീയാണ് സ്വാഭാവികമായി തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീയുമായി, അഥവാ ആ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് അടിമ സ്ത്രീയായി മാറിയ സ്ത്രീയുമായിട്ടുള്ള നിയമമെന്നാൽ സാധാരണ അടിമ സ്ത്രീയുമായിട്ടുള്ള ബന്ധപ്പെട്ട നിയമമാണ്. അടിമ സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം, അവരുമായുള്ള ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം വളരെ വിശദമായി പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഖുർആന്റെ മൗലികത എന്ന നിച്ച് ഓഫ് ട്രൂത്ത് പുറത്തിറക്കിയ പുസ്തകത്തിൽ അക്കാര്യം വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. സിദ്ദീഖിനോടും
സുഹൃത്തുക്കളോടുമെല്ലാം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, പരിശുദ്ധ ഖുർആൻ ഒന്ന് കൃത്യമായി പഠിക്കാൻ, മനസ്സിലാക്കുവാൻ സന്നദ്ധമാവുക. മുൻവിരോധങ്ങളിൽ നിന്ന് അല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രമാണ്. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട്